ദീനുവിനെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഞാൻ കുറച്ച് സാധനമായിട്ടാണ് വീട്ടിലേക്ക് വന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും സീഡാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഗ്രോ ബാഗിലാണ് ഇത് കൂടുതലും വളർത്താൻ നമുക്ക് എളുപ്പം ഗ്രോ ബാഗിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2-3 ഗ്രോ ബാഗും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ നമുക്കതിൽ കുറച്ച് മണ്ണ് നിറയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ നട്ട് വെച്ചിരുന്ന ചെടികളുടെ ബാക്കി മണ്ണുണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്ന് ഞാൻ ജസ്റ്റ് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ 3 ബാഗിലായിട്ടാണ് നിറച്ച് വെച്ചിട്ടുള്ളത്. അതിൽ ഒന്ന് കോളിഫ്ലവർ, ഒന്ന് ക്യാബേജ്, പിന്നെ ഒന്ന് ഞാൻ നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന സീഡ്സിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നതാണ് ക്യാരറ്റിൻ്റെ. അത് വളരുമോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാമല്ലോ, നമുക്ക് വളരുമോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇത് 3 ഇന്ന് ഞാൻ ഗ്രോ ബാഗിൽ വിത്തിട്ടിട്ടുണ്ടായിരുന്നത്. ഈ മണ്ണ് ഇങ്ങനെ ഇളക്കി ഇടുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചാണകപ്പൊടിയും വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ 3 ബാഗ് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിത്തിട്ട് മണ്ണിട്ടതിന് ശേഷം ഞാൻ കുറച്ച് DDT പൊടിയും കൂടി ഇതിലിട്ടിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വിത്ത് ഉറുമ്പെടുത്തോണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഐഡിയ ചെയ്യുന്നത്. ഇതൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വളരുമോ ഇല്ലയെന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം.